ചോറിൻ്റെ കൂടെ ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ മറ്റു കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ്. അത്രയ്ക്കും ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. കൂടാതെ തന്നെ ഞാനിതിലൊരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ മാങ്ങ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ സീസണലായിട്ട് മാങ്ങ ധാരാളമായിട്ട് അവൈലബിൾ ആവുന്ന ഒരു സമയം കൂടിയാണിത്. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ധന്യ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഈ മാങ്ങ ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമാങ്ങ നമുക്ക് തൊലിയൊക്കെ ഒന്ന് ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കാവുന്നതാണ്. മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പം ആ മാങ്ങയുടെ പകുതി കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽ മുളകാണ്. 3 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. നമുക്കിനി ഇതൊക്കെ ഒന്ന് അരച്ച് ചേർക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചിട്ട് എടുക്കുക. ഇത് പുളി കൂടുതലുള്ള മാങ്ങയുണ്ട്, ഞാനൊരു മാങ്ങയുടെ പകുതി ഭാഗമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതാ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഞാനിവിടെ പിച്ചിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കായപ്പൊടിയാണ്. ഒരു നുള്ള് കായപ്പൊടി മതി കേട്ടോ, ഇല്ലാച്ചാൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. ഇപ്പോഴിതാ നമ്മുടെ ടേസ്റ്റിയും അതുപോലെ സ്പൈസിയുമായിട്ടുള്ള മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ചമ്മന്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്